ഹായ് ഗായ്സ്, എന്തെല്ലാം വിശേഷം? സുഖമല്ലേ? ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയില്ലേ? എന്താ ഇന്നത്തെ പ്രത്യേകത? ഏപ്രിൽ ഫൂൾസ് ഡേ, ഏപ്രിൽ 1. എല്ലാവരും ഫൂളാക്കാം, എന്ത് ഗെയിം കളിച്ചിട്ട് ഫൂളാക്കാം. കഴിഞ്ഞ കൊല്ലം ഈ ദിവസമായിരുന്നു നമ്മൾ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. സോ ഇന്ന് 1st ആനിവേഴ്സറി ഓഫ് അവർ എൻഗേജ്മെൻറ്റ്. സോ നമ്മൾ ഇന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ലഞ്ച് കഴിച്ചു. വൈകുന്നേരം ചെറിയൊരു പാർട്ടി റൂമിൽ വെച്ചിട്ടുണ്ട്, ഞാനും വൈഫും എൻ്റെ ഒരു ഫ്രണ്ടും. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറയുന്നത് സന്തോഷമാണ്. ബാക്കി എല്ലാവരും ഞാൻ വിളിച്ചിട്ടില്ല, വിളിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഗ്രൂപ്പായിട്ടുള്ളൊരു നമുക്കൊരു ഗ്രൂപ്പായിട്ട് എൻജോയ്മെൻറ്റ് ചെയ്യേണ്ട ഒരു മൂഡിലല്ല നമ്മൾ ആരും ഇല്ല. എന്ന് വെച്ചാൽ ഗൾഫിലെ അവസ്ഥ എല്ലാവർക്കും അറിയില്ല. ഒന്ന് സമാധാനമായി വന്നേയായിരുന്നു, പിന്നെയും ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് അങ്ങനെ സമാധാനം ഇല്ല. അതുകൊണ്ട് ചെറിയ സന്തോഷത്തിൽ ഒന്ന് സന്തോഷിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്താ സന്തോഷിക്കണ്ടേ? കഴിഞ്ഞ മാസം ഫെബ്രുവരി 27 ഞാൻ ജോലിക്ക് പോയത് ലാസ്റ്റ്. ഇന്നത്തേക്ക് ഒരു മാസവും എനിക്ക് 3 ദിവസം കഴിഞ്ഞു, ഒരു മാസം 5 ദിവസം കഴിഞ്ഞു തോന്നുന്നു. മാക്സിമം നമ്മൾ നാട്ടിൽ വരും, അതിപ്പോൾ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ നാട്ടിൽ വന്നിട്ട് ബാക്കിയെല്ലാം എന്താണെന്ന് വെച്ചാൽ ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് നാട്ടിൽ വരേണ്ട ഒരു മൈൻഡ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല, അല്ലേ? നമ്മുടെ നാടുണ്ട്, നമ്മൾ ഇന്ത്യ, നമ്മുടെ കേരളം ഉണ്ടല്ലോ, പിന്നെ അത് പേടിക്കേണ്ട ആവശ്യം. ഓക്കെ, ഗൾഫിൽ വന്നുകൊണ്ട് ഇപ്പം നമ്മൾ അത്യാവശ്യം ഇങ്ങനെ ജീവിക്കുന്നു. നാട്ടിൽ അമ്മനെ അച്ഛനെ നോക്കാൻ പറ്റി, അല്ലേ? അതെ, അമ്മനെ അച്ഛനെ നോക്കാൻ പറ്റി, എൻ്റെ അനിയത്തിനെ നോക്കാൻ പറ്റി. അതെല്ലാം ഗൾഫിലെ പൈസ കൊണ്ട് തന്നെയാണ്. നമ്മളതിനോട് കടപ്പെട്ട് ഇരിക്കുന്നുണ്ട്. സോ ഇനി അങ്ങോട്ട് എന്താണെന്നല്ല, ഇത്ര നാളിങ്ങനെ ജീവിച്ച് ഇനി ജീവിതം വേറെ മാറും. യുദ്ധം വരും എന്ന് ആരും വിചാരിച്ചിട്ടില്ല, നമ്മളാരും വിചാരിച്ചിട്ടില്ല യുദ്ധം വരും, ഇങ്ങനെ ആവും. ആകെ ഒരു പ്രശ്നം, ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം പോലും സേഫ് അല്ല, സത്യം പറഞ്ഞാൽ സേഫ് അല്ല. അപ്പോൾ ലെറ്റ്സ് സീ, എല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ വിട്ടുകൊടുത്തിന്. പിന്നെ നമ്മൾ ചെറിയൊരു ഹാർഡ് വർക്ക് എല്ലാം എന്തെങ്കിലും ട്രൈ ചെയ്യണം, വേറെ ജോലി നോക്കണം. അല്ലെങ്കിൽ ഇനി മുമ്പോട്ടുള്ള കമ്പനി നമുക്ക് എന്ത് ചെയ്യും, കമ്പനി നമ്മൾ വിസ ക്യാൻസൽ ചെയ്യുമോ, നാട്ടിൽ വിടുമോ, ഒന്നും അറിയില്ല. സോ ഇങ്ങനെ പോട്ടെ, ഇപ്പം എന്ത് പറയാനല്ലേ. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് ജീവിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഒന്നും അറിയില്ല. സോ അതാണ്, ജസ്റ്റ് ലൈക്ക് ദാറ്റ്. ഇന്നത്തെ ദിവസം എന്തായാലും എൻജോയ് ചെയ്യട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. ഓക്കെ, സോ താങ്ക് യു. അടുത്ത വ്ലോഗ് കാണാം. ബൈ ബൈ.